ക്രിസ്മസ് വേണ്ടാന്നും ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വിൽക്കരുതെന്നും ഒറീസയിൽ തീവ്ര വലതുപക്ഷവാദികൾ പറയുന്ന ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. ഓരോരുത്തരും കാണേണ്ടതാ. നമ്മുടെ കാസയിലെ സുഹൃത്തുക്കൾക്ക്, ക്രിസംഗി സുഹൃത്തുക്കൾക്ക് ഇത് സമർപ്പിക്കുന്നു. അവർ ചെയ്യുന്ന അപകടം എത്രമാത്രമാണ് എന്നവർ തിരിച്ചറിയുന്നുണ്ടോ എന്നറിയില്ല. എല്ലാവരും വലതുപക്ഷത്തെ എല്ലാവരും ഇങ്ങനെയാണെന്നോ, സംഘപരിവാറിലെ എല്ലാവരും ഇങ്ങനെയാണെന്നോ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഇത്തരം തീവ്ര അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുന്ന ആൾക്കാർ, തീവ്രമായ വർഗീയവാദികൾ, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ദ്രോഹിക്കുന്ന, അവരോട് വിദ്വേഷമുള്ള ആൾക്കാരുണ്ട് എന്ന് തിരിച്ചറിയണം. ഈ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇത് ഹിന്ദു രാഷ്ട്രമാണ്. ഇത് ക്രിസ്ത്യാനികളുടെ കാര്യങ്ങൾ പറ്റില്ല. അതിന്റെ വീഡിയോ അവര് തന്നെയാണ് എടുത്തിരുന്നത് കേട്ടോ, വേറെ ആരുമല്ല. അതിന്റെ വീഡിയോ അവര് തന്നെയാണ് എടുത്തിരുന്നത്. ഇത് ജഗന്നാഥന്റെ ദേശമാണ്, പുരി ജഗന്നാഥന്റെ. ഏറ്റവും ഞാൻ വളരെ ആദരവോടെ ആരാധനയോടെ പോകുന്ന ഒരു അമ്പലമാണ്. പുരി ജഗന്നാഥനോടൊന്നും നമ്മുടെ ക്രിസ്ത്യൻ സൗരങ്ങൾക്ക് ഒരു വിഷമം തോന്നരുത്. പുരി ജഗന്നാഥൻ വളരെ എന്താ പറയണേ, ഇൻക്ലൂസീവായ, നമ്മുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഹിന്ദു ദേവതയാണ്. പക്ഷെ പുരി ജഗന്നാഥന്റെ പേരിൽ ഈ തെമ്മാടിത്തരം കാണിക്കുന്നത് ഈ തീവ്ര വലതുപക്ഷവാദികളാണ്. പാവപ്പെട്ടവനാണ് സാറേ എന്ന് പറയുന്നത്. അങ്ങനെ പാവപ്പെട്ടവൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്കാ ഗുണ്ടായിസം. ഈ ഹിന്ദു ആണെങ്കിൽ എങ്ങനെയാണ് ഈ ക്രിസ്മസിന്റെ സാധനങ്ങൾ വിൽക്കുന്നത്? कैसे भी आके बैठ जाओगे? अरे ये नहीं बैठ सकते आप, ये जगन्नाथ कैसे जगन्नाथ चलेगा, ये सब नहीं चलेगा इधर। इसको तुरंत भर्ती करो, भागो, तुरंत भर्ती करो, भागो। हिंदू होते ये क्यों लेते हो? क्या पैसे? ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് ഈ പാവപ്പെട്ടവർ പറയുകയാണ്. इसको छोड़ के और कुछ कर सकते हो? नहीं कर सकते ना। बस तो हिंदुओं के इसको कैसे बेच रहे हो? इसको मुसलमान बेचते नहीं, वो बात नहीं मैं बोल रहा हूँ। हमको उससे कोई मतलब नहीं, हमको उससे कोई मतलब नहीं। जो जैसे जगन्नाथ देश में नहीं चलेगा, आप बाहर से आके कोई परमिशन नहीं, इधर बैठ के ये क्रिश्चियन चीज बेचोगे नहीं। कासाकार കാണണം, ക്രിസ്തംഗികൾ കാണണം. नहीं नहीं, आप परमिशन लेटर लेके आओ बेटो। परमिशन लेटर വേണോ? तुम्हारे पास परमिशन लेके टाइम किधर जाएगा? इधर से ब्लास्टिंग हो जाएगा, क्या कौन देखेगा? नहीं चलेंगे, ये भर्ती करो, तुरंत भागो। अरे ये लोग को मैंने मन को भोगाओ यार, നിങ്ങൾ ഇവരെ ഓടിക്കും. क्या कोच वासी के बॉम्बिंग करते ही पड़े भोगाओ मन को। मन कर आधार नहीं यहाँ कर जाति को तो ठीक नहीं, हम पूरे हमें पोछिया पाई देबो बारो। ये जगन्नाथ देश पूरा क्लीन रहबो। আর তুমি বিকিবার হচ্ছে জগন্নাথ জিনিস বিকো, এত বড় ধরে কি আছি বলছো? আরে চলো इसको भर्ती करो, भागो। നമ്മുടെ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്ന അപകടകരമായ അവസ്ഥ മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. ലോകത്തിലെ ഏറ്റവും പഴയ ക്രിസ്ത്യൻ സമൂഹമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. അതായത് പരിശുദ്ധമായ വത്തിക്കാൻ ഉണ്ടാകുന്നതിന് 300-400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ സമൂഹമുണ്ട്. AD 52 മുതൽ തോമാസ് ലീഹ വന്ന കാലം മുതൽ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ സമൂഹമുണ്ട്. ലോകത്തിലെ ആദ്യത്തെ സംഘടിതമായ ഒരു പള്ളി, ക്രിസ്ത്യൻ ചർച്ച് നമ്മുടെ നാട്ടിലാണ് ഉണ്ടായെന്നുള്ളതാണ് ഐതിഹ്യവും വിശ്വാസവും. ചരിത്രകാരന്മാർക്ക് ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തർക്കമോ അഭിപ്രായ വ്യത്യാസമോ കാണാം. ലോകത്തിലെ ഏറ്റവും പഴയ ക്രിസ്ത്യൻ സമൂഹം നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ക്രിസ്മസ് വേണ്ട, ഈ കാര്യങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന മതഭ്രാന്തിലേക്ക് നമ്മൾ എത്തിയാൽ ഈ രാജ്യം അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തിയതെന്നാണ് അതിനർത്ഥം. ആരാ വീഡിയോ എടുക്കുന്നത്? ഈ തീവ്ര ഹിന്ദുത്വവാദികൾ തന്നെ വീഡിയോ എടുത്ത് അവർ തന്നെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാവില്ല, നടപടി ഉണ്ടാവില്ല, പോലീസിനെ ഭയമില്ല, നിയമത്തെ ഭയമില്ല. ഇതാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയണം. പ്രതിരോധം തീർക്കണം. ക്രിസ്മസും ഈദും ഓണവും എല്ലാം നമ്മൾ ആഘോഷിക്കണം.